തനിയെ ഒഴുക്കിൽപ്പെട്ട് പോയതല്ല. അവൻ ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കുന്നതിന് ഉരുൾപൊട്ടി വെള്ളം വരുന്നത് കണ്ട് ഇവിടുത്തെ അവന്റെ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇറങ്ങിയത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ രക്ഷിക്കുകയും അതിൽ ഇവിടെ സേവിയർ എന്ന് പറഞ്ഞ ഒരാൾ ഒഴുകി പോയപ്പോൾ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ജാക്കറ്റ് ഊരി കൊടുത്ത് റോപ്പിലായി അയാളെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്ന സമയത്താണ് ഇവന്റെ റോപ്പ് പൊട്ടിയായി ഒഴുക്കിൽപ്പെടുന്നത്. എന്നിട്ടും അവൻ നീന്തി കിടന്നു പോയി. പക്ഷേ നമ്മുടെ സംവിധാനം അനുസരിച്ച് ഈ നിമിഷം വരെ ഈ ഒഴുകിൽ പോയി അവൻ എന്തായാലും ഈ വെള്ളത്തിലൊന്നും അവൻ താന്നു പോവുകയൊന്നുമില്ല. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ 2018 മുതലുള്ള പ്രളയം അതിന് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആദംസ് എന്ന് പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 20ഓളം പേരുണ്ട്. ഇവര് ഈ കേരളത്തിനകത്ത് അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ സ്ഥലത്തും അവനും ടീമുമായിട്ട് പോയി പലരുടെയും ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സംവിധാനത്തിൽ നിന്നും ഉചിതമായിട്ട് അവനെ രക്ഷിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെയും ഈ നാട്ടുകാരുടെയും ഒരു എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ നിമിഷം വരെ, അതായത് മെനങ്ങാന്ന് വൈകുന്നേരം 4:30ക്കാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. ഇന്നിതാ ഇപ്പോ 11-12 മണിയാവാൻ പോകുന്നു. ഇതുവരെ ഒരു ഉചിതമായ സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു സംവിധാനം ഉണ്ടാക്കി തരാൻ ഉള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച രാജേഷിനെ കണ്ടെത്താൻ നമ്മൾ ഭരണ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല എന്നല്ല, പോലീസ് സംവിധാനം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് അവന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഇവിടെ നന്നായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും വലിയൊരു പുഴയ്ക്കകത്ത് തൊട്ടടുത്ത് കർണാടക ബോർഡറാണ്. അതിനകത്ത് ഇതുവരെ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരള പോലീസിനോ അല്ലെങ്കിൽ കേരള ഫയർഫോഴ്സിനോ മറ്റാർക്കും അതിനകത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റൂല. ആ പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. 2.5-3 ദിവസം ആവാൻ പോകുന്നു. അപ്പോ അവനെന്തെങ്കിലും അപകടമോ എന്തെങ്കിലും സംഭവിച്ചാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അവന്റെ ടൈം ഇത്രയും കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് ഉചിതമായിട്ടൊരു തീരുമാനം, എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് കേരളത്തിൽ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരച്ചിലുകൊണ്ട് നമുക്ക് വളരെ തൃപ്തികരമല്ല. കാരണം സർക്കാർ തലത്തിലുള്ള തരത്തിൽ, പക്ഷേ ഈ രാജേഷിന്റെ ടീമായ റാഫ്റ്റിംഗ് ടീമിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നലെ ഈ പോലീസിന്റെ സംവിധാനങ്ങളും ഫയർഫോഴ്സുകാരും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനമാണ് വളരെ സമയോചിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ശിക്ഷാളികൾ, അവരുടെ കൂടെ പരിചരിച്ചിട്ടുള്ളതും അവന്റെ കൂടെ ഉള്ളവരും ഒക്കെയാണ് ഏറ്റവും കൂടുതലും ഇതിനായിട്ട് മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പല പ്രാവശ്യവും ഇവിടുത്തെ സ്ഥലവാസികളായ ഞാൻ അവിടെ കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ആ മെമ്പറിന്റെ സംവിധാനം അനുസരിച്ച് ഞാനിവിടെ വന്ന് ഇവിടുത്തെ മെമ്പറെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയും ഇവിടുത്തെ ബ്ലോക്ക് തലത്തിലുള്ള മെമ്പർമാരെയൊക്കെ പല പ്രാവശ്യം ഞാൻ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആരും കൈ വെക്കുന്നില്ല. അവർ പറയുന്നത് പറഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവർ ഇവിടെ ഒരു കോഴി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ ഇതുമായിട്ട് ക്ലീനിങ്ങിന് അവിടെ എല്ലാവരും തിരക്കിലാണ്. ഈ ഉരുൾപൊട്ടായിട്ട് ഞാൻ അവരാരും ദുരിതപ്പെടുത്തുന്നതല്ല, എല്ലാവരും അവരുടേതായ തിരക്കിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രാജേഷിനെ ഇവിടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്. കാരണം ഇവിടെ നിന്ന് ഈ മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം കഴിഞ്ഞ് അമ്പിളിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ വെച്ച് ഈ ആൾക്കാർ കണ്ടതായിട്ടുള്ള എല്ലാ 2 സ്ത്രീകൾ അവരെ കണ്ടു. അവൻ നീന്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കർണാടകയിലേക്കുള്ള വനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ വനത്തിനകത്ത് നീന്തി കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവനെ സംബന്ധിച്ച് ഈ ചെറുപുഴ എന്ന് പറയുന്നത് വളരെ ഇന്നും അവൻ ബാല്യം തൊട്ടേ വളർന്നത് കാക്കാമല കായലുകളിലെ വെള്ളങ്ങളും എല്ലാം നീന്തി അവനൊരു ക്രൈസാണ്. അപ്പൊ ഈ വെള്ളങ്ങളൊന്നും അവന് യാതൊരുവിധ ഇതുമായിട്ട് അവന് ബോധ്യം ഒരു അല്ല അവനെ സംബന്ധിച്ചിടത്തോളം. ഇതല്ല ഇതിനപ്പുറമായിരുന്നാലും അവൻ കടന്നു കയറാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഈ ഫയർഫോഴ്സ് ഇവിടുത്തെ ഇന്നലെ വന്ന ഫയർഫോഴ്സുകാർ കരയിലൂടെയുള്ള നടന്നു പോകുന്നുള്ള ഒരു വർക്കിംഗ് അല്ലാതെ റെസ്ക്യൂ ടീമുമായിട്ട് പുറത്ത് ഇതിനകത്ത് ഇറങ്ങി സംവിധാനം ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇത് അറിഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചുവിടെ ഇന്നലെ 10 മണിക്ക് ഇവിടെ വന്നതാണ്. ആ സമയം തൊട്ട് നമ്മൾ MLA കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. MLA നമ്പർ വന്നിട്ട് എപ്പോഴും ഇത്രയും സമയമായിട്ട് ഒരു 24 hours പേഴ്സണൽ നമ്പർ ആവട്ടെ ഏത് നമ്പർ ആവട്ടെ ഇത്രയും സമയമായിട്ട് ആ നമ്പർ ഓൺ ആയിട്ടില്ല. ഞാൻ പലതവണ ഈ MLA കോൺടാക്ട് ചെയ്യാൻ നോക്കി, ഇതുവരെയും ആ MLA നമ്പർ പോലും ഓണല്ല. ഇപ്പോഴും ഈ രാവിലെ തൊട്ട് ഞങ്ങളവിടെ വിളിച്ച് ഇൻറ്റിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ചെറുപുഴ സ്റ്റേഷനിലെ SIയും അവരെ കൂടെ നിൽക്കുന്ന പോലീസുകാരും നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് വളരെ വിഷമമാണ്. എൻ്റെ വീടിന് അടുത്തുള്ള പയ്യനാണ്. അപ്പം ഞങ്ങൾ ചെറുതിലെ തൊട്ട് ഞങ്ങൾ അറിയാമെന്നുള്ള ഒരു ടീമുമാണ്. ഇതിലുള്ള ഈ നടപടികൾ നമുക്ക് തൃപ്തികരമായിട്ട്
തോന്നുന്നില്ല. സർക്കാരിന്റെ തലത്തിൽ നിന്നും ഇടപെട്ട് ഇനി കുറച്ചുകൂടെ റെസ്ക്യൂ ടീമുകളെ ഇട്ട് ഇതിനെ ഒന്ന് എടുക്കണമെന്നാണ് നമ്മുടെ ഇത്. കാരണം ഇവൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, മരണപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പല ചാനലുകളും മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അഭ്യൂട്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചു. നമുക്ക് പോലും കിട്ടാത്ത റിപ്പോർട്ടുകളാണ് ചാനലുകളും ചെയ്യുന്നത്, മരണപ്പെട്ടു. പക്ഷെ ഈ നിമിഷം വരെയും മരണപ്പെട്ടിട്ടില്ല, അവൻ അങ്ങനെ അത്യാഹിതം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വന്നവർക്കാർക്കും ഇത് കണ്ടിട്ട് അങ്ങനെ നമുക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രളയമെന്നോ പറയുന്നുണ്ട്, ഉരുൾപൊട്ടൽ സംഭവിച്ച ഈ പരിസരവാസികളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ക്രോഡീകരിച്ച എല്ലാ മേഖലകളിൽ നിന്നുള്ള എല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് നമുക്കൊരു സത്വരമായ ഒരു സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി നമുക്കത് എന്താണെന്ന് അറിയണം എന്ന് തന്നെയാണ്, അവനെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പയ്യന്നൂരിലെ MLA പലവാസം ബന്ധപ്പെടാൻ കിട്ടുന്നില്ല. നമ്പർ സ്വിച്ച് ഓഫ് ആണ്, മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ഇന്നലെ ഒരു 5 പ്രാവശ്യം വിളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ വിളിച്ചാണ് 2 പ്രാവശ്യം MLA ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് എന്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ ആദ്യം പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ബ്ലോക്ക്, അങ്ങനെ എല്ലാവരും വിളിച്ച് ആ ഒരു കീഴ്വഴക്കത്തിന് നമ്മളിതിൽ അങ്ങനെ ഓരോരോ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ആരെടുത്തും നമുക്കൊരു തിരിച്ചുള്ള ഇത് കിട്ടുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ നമ്മുടെ റെസ്ക്യൂ ടീമിൽ നിന്ന് ഇവിടെ വന്നിട്ടില്ല, ആരും ഇത് വന്നിട്ടില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നു, നമ്മളിവിടെ വന്ന് പോലീസിൻ്റെ അതൊരു എന്താണ് സമാശ്വാസ വാക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ചെറുപുഴയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഇതുവരെ കാണാൻ ശ്രമിച്ചിട്ടില്ല. അതെന്താണെന്ന് ഞങ്ങളോ പല പ്രാവശ്യം അങ്ങോട്ട്, ഇന്നലെ ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് കാണാൻ. പക്ഷെ അവരുടെ തിരക്കാണ്, അവർക്ക് ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് നിൽക്കുന്നതെന്നാണ് അവരും പറയുന്നത്. പ്രശ്നം ജീവൻ, അതെ ആ തിരക്ക്, ഇത് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. നഷ്ടപ്പെടാൻ കാരണം ഇവര് ഈ സമയം 2 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് ഇവനെ കണ്ട ആൾക്ക് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട്. ആ കർണാടക ബോർഡിൽ തന്നെ ഇവൻ കയറി കാണും, വനത്തിനുള്ളിൽ കാണും. അവിടെ നമുക്ക് ഊർജിതമായ ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ഇത്.